ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മഹാവലിയ ഭീതി അവർക്കുണ്ടായി. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്തെന്നാൽ സർവ്വലോകത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ദാവീദിൻ്റെ നഗരിയിൽ മശിഹ കർത്താവായ രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. തുണികൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ഒരു ദൈവദൂതനെ, ആ ദൂതൻ്റെ യഥാർത്ഥ പ്രഭാവത്തിലും മുഖകാന്തിയിലും കാണുവാനുള്ള ഒരു ഭാഗ്യം നമുക്കാർക്കും അങ്ങനൊരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അത്യുജ്വല പ്രകാശത്തിൽ ഒരു മാലാഖയെയോ ഒരു ദൈവദൂതനെയോ പെട്ടെന്ന് നമ്മുടെ മുൻപിൽ കാണുമ്പോൾ അന്ന് ആട്ടിടയർ ഭയന്ന് വിറച്ച പോലെ നമ്മളും ചിലപ്പോൾ ഭയന്നേക്കാം, അല്ലേ? ഭയത്തോടെയാണെങ്കിലും ഒരു ദൈവദൂതനെ കാണുവാനുള്ള ഒരു ഭാഗ്യം, നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൂതനെ യഥാർത്ഥ ദൈവ ഭയത്തോടും ദൈവഭക്തിയോടും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരുപക്ഷെ പല ദൂതന്മാരെയും അവൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നുണ്ടാകാം. പക്ഷേ ആ വരുന്ന വ്യക്തി അവൻ ഒരു ദൈവദൂതനാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ആത്മീക ചൈതന്യം ഒരുപക്ഷെ നമുക്കുണ്ടാകാതെ പോകുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ മുൻപിൽ വരുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ, ദൈവം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രഭ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നത്. ഇവിടെ യഥാർത്ഥ പ്രകാശത്തിൽ ഒരു ദൈവദൂതനെ കാണുന്ന ആട്ടിടയർ പലപ്പോഴും വളരെ ഭയത്തോടെയാണ് ദൈവദൂതന്മാരെ കാണുന്ന ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും ദൂതൻ ഭയപ്പെടേണ്ട എന്ന ഒരാമുഖത്തോടെ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ തുടക്കത്തിലുള്ള ആ ഭയം അത് നമ്മുടെ സന്തോഷത്തിലേക്ക് വഴിമാറുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നു. ഇവിടെയും ആടുകളെ മേയിച്ചു നടക്കുന്ന, സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ലാത്ത നാടോടികളായ തങ്ങളുടെ ആടുകൾക്ക് മേച്ചിൽപ്പുറം തേടി അലയുന്ന ആട്ടിടയർ, അവർക്കാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന ആ സദ്വാർത്ത, അതും സർവ്വലോകത്തിനുമുണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷത്തിൻ്റെ വാർത്ത ദൈവം ആദ്യം അറിയിക്കുന്നത്. നമുക്കറിയാം, ഒരു ആട്ടിടയനായിരുന്ന ദാവീദിൻ്റെ കുലത്തിൽ പിറക്കുന്ന ക്രിസ്തു, പുതിയ നിയമത്തിൻ്റെ ഇടയനായ ദാവീദ് പുത്രൻ പിറന്നു വീഴുന്ന സമയം, ദാവീദിൻ്റെ നഗരത്തിലെ ആട്ടിൻ തൊഴുത്തിൽ അവൻ കിടക്കുന്നതോ തൊഴുത്തിലിട്ടിട്ടുള്ള പുല്ലുകളുടെ തൊട്ടിയിൽ കുഞ്ഞുങ്ങളെ പൊതിയുന്ന തുണികൾ കൊണ്ട് പൊതിഞ്ഞ്. നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിക്കാഞ്ഞതുകൊണ്ടാണ് അവർ പുൽത്തൊട്ടിയിൽ അവന് ജന്മം കൊടുക്കുവാൻ വിശുദ്ധ കന്യക മറിയാം നിർബന്ധിതമാകുന്നത് എന്ന്. ഈ കാലഘട്ടത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളായിരിക്കുന്ന സത്രത്തിൽ ദൈവമേ, നിനക്ക് സ്ഥലം ലഭിക്കാതെ പോകുന്നുണ്ടോ? യോഹന്നാൻ സുവിശേഷകൻ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ സ്വന്തപ്പെട്ടവരുടെ അടുക്കിലേക്ക് വന്നു, എന്നാൽ സ്വജനം അവനെ സ്വീകരിച്ചില്ല എന്ന്. നിൻ്റെ ജനനത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നെ ഞങ്ങളുടെ ഹൃദയമാകുന്ന സത്രത്തിലേക്ക് കുടികൊള്ളിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധിയുള്ള ഹൃദയങ്ങളാക്കി മാറ്റി നിൻ്റെ സ്നേഹം, നിൻ്റെ സന്തോഷം, നിൻ്റെ സമാധാനം അത് ഞങ്ങൾക്ക് ധാരാളമായി തന്ന് ഞങ്ങളുടെ ഇടയിലുള്ള അശരണർക്കും അധസ്ഥിതർക്കും ദരിദ്രർക്കും സഹായം ആവശ്യമുള്ള വിധവമാർക്കും അഗതികൾക്കും അനാഥർക്കും താങ്ങും തണലുമാകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി ഞങ്ങളെ മാറ്റുവാൻ നീ സംഗതിയാക്കണമേ. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ സ്നേഹിച്ച് അവരെ പരിപാലിക്കുന്ന
അനേകം വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങൾ അവർ നിന്നിൽ നിന്നും വന്ന ദൂതന്മാരാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ഹൃദയ വിശുദ്ധി ഞങ്ങൾക്ക് തരുവാനും അങ്ങനെയുള്ളവരെ, ആ വ്യക്തിത്വങ്ങളെ സഹായിക്കുന്ന, അവരെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയായി ഞങ്ങൾ ഓരോരുത്തരെയും നീ മാറ്റണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.